മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി, തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. സ്നേഹമുള്ളവരെ, വളരെ സന്തോഷത്തോടെ ക്രിസ്മസ് ദിനങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. യേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ബാഹ്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. നക്ഷത്രങ്ങൾ കെട്ടുക, ദീപങ്ങൾ തെളിക്കുക, പുൽക്കൂടുണ്ടാക്കുക, കരോൾ നടത്തുക, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ക്രിസ്മസ് യേശു ഭൂമിയിൽ പിറക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ്. ഈ ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്നത് ഒരു പുതിയ സംസ്കാരം തുടങ്ങാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രസംഗത്തിലൊക്കെ ഞാൻ സൂചിപ്പിച്ചു വച്ചതുപോലെ തന്നെ ചരിത്രത്തെ രണ്ടായിട്ടാണ് യേശുവിൻ്റെ പിറവി മാറ്റി നിർത്തിയിരിക്കുന്നത്. യേശുവിന് മുമ്പിലുള്ള കാലഘട്ടം ക്രിസ്തുവിന് മുമ്പ് BC എന്ന് പറയും. ക്രിസ്തുവിന് ശേഷമുള്ള കാലഘട്ടം AD ആനോ ഡൊമിനോ. അതായത് ചരിത്രത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന ഏറ്റവും മധ്യഭാഗത്തുള്ള ബിന്ദു അച്ചുതണ്ട് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പിറവിയാണ്. ചരിത്രത്തെ രണ്ടായി കീറി മുറി സംഭവമാണ്. അതായത് ക്രിസ്തുവിന് മുമ്പുള്ള സംസ്കാരമല്ല ക്രിസ്തുവിന് ശേഷമുള്ള സംസ്കാരം. അതായത് ക്രിസ്തുവിന് മുമ്പുള്ള സംസ്കാരത്തിൽ നിന്നും
വ്യത്യസ്തമായ സംസ്കാരത്തിലേക്ക് നടക്കുവാനാണ് ക്രിസ്മസ് നമ്മളെ ക്ഷണിക്കുന്നത്. നമുക്കറിയാം ക്രിസ്മസ് എന്ന് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന്. XMAS ഇതാണ്. നമുക്കറിയാം സാധാരണ ക്രിസ്മസ് എന്ന് എഴുതി കാണിക്കുന്നത് ഇങ്ങനെയാണെന്ന് സൂചിപ്പിച്ചു ഞാൻ. ഈ എക്സ് ക്രിസ്തു എന്ന വാക്കിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള വാക്കിൻ്റെ ഒന്നാമത്തെ വാക്കാണത്. ക്രിസ്തോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക് എഴുതാനുള്ളതിൻ്റെ ആദ്യത്തെ അക്ഷരം ഏകദേശം ഇംഗ്ലീഷ് ഭാഷയിലെ എക്സ് എന്ന പോലെയാണ്. എക്സ് എന്ന് എഴുതി വെക്കുമ്പോൾ ഓർക്കണം അത് എഴുതുന്ന രീതി. അതായത് വിടർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി ചുരുങ്ങി ചുരുങ്ങി വരികയാണ്, വീണ്ടും വിടർന്ന് പോവുകയാണ്. അതായത് വിടർന്ന് നിന്ന ഒരു സംസ്കാരം, ഒരു ആശയം, ഒരു ചിന്ത ചുരുങ്ങി 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 വന്ന് തീരുന്നു. അവിടുന്ന് പുതിയതൊന്ന് തുടങ്ങുകയാണ്. അതായത് ഒരു സംസ്കാരത്തിൻ്റെ അസ്തമയവും പുതിയൊരു സംസ്കാരത്തിൻ്റെ ഉദയവുമാണ് ക്രിസ്മസ്. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരു സംസ്കാരത്തിൻ്റെ അസ്തമയ ബിന്ദുവാണ് ക്രിസ്തു. ഒരു സംസ്കാരത്തിൻ്റെ ഉദയ ബിന്ദുവാണ് ക്രിസ്തു. ആ നടുക്കുള്ള എക്സ് എന്ന ബിന്ദുവിലേക്ക്, ആ പോയിന്റിലേക്ക് ഒന്ന് ചുരുങ്ങി വീണ്ടും വിടർന്നു പോവാം. അത് ക്രിസ്മസ് നമ്മളെ ക്ഷണിക്കുന്നതും നമ്മളെ ആഹ്വാനം ചെയ്യുന്നതും നമ്മുടെ ഉള്ളിലുള്ള ചില സംസ്കാരങ്ങൾ അധപ്പതിച്ച് തീരണം. അതിൻ്റെ അപജയമാണ്, അതിൻ്റെ അസ്തമയമാണ്. എന്നിട്ട് അവിടുന്ന് ക്രിസ്തുവിൽ പദമൂന്നിക്കൊണ്ട് പുതിയൊരു സംസ്കാരം തുടങ്ങണം. അതായത് ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു പുതിയ സംസ്കാരത്തിൻ്റെ, ഒരു കൗണ്ടർ കൾച്ചറിൻ്റെ ഇനാഗുറേഷനാണ്, ഉദ്ഘാടന കർമ്മമാണ്. പുൽക്കൂട്ടിൽ സംഭവിച്ച അതാണ്. ഒരു പുതിയ സംസ്കാരത്തിൻ്റെ ഉദ്ഘാടനമാണ് പുൽക്കൂട്. ഈ ചിന്ത വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ. നമ്മൾ പുൽക്കൂട് ഓർത്ത് നോക്കാം. ദൈവവുമായുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ മനുഷ്യനെ അവതരിച്ചത് ഒരു പുൽത്തൊഴുത്തിലേക്കാണ്. ആരാണ് അവന് കൂട്ട്? ഇല്ലായ്മയുടെയും കുറവിൻ്റെയും പ്രതീകം. ആടുകൾ, തൊഴുത്ത്, കന്നുകാലി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഓർത്ത് നോക്കും. സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമാണിത്. ആനയെന്നോ സമൂഹമെന്നോ കുതിരയെന്നോ ഒന്നും അവിടെ ഇല്ല, പറഞ്ഞു വെക്കുന്നില്ല. സാധാരണ മരുഭൂമിയിൽ യാത്ര ചെയ്യുന്നവൻ അവനെ ഏറ്റവും ആശ്രയിക്കാവുന്ന ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയൊക്കെയാണ് രാജാക്കന്മാർ പോലും വന്നത്. സാധാരണക്കാരൻ്റെ വാഹനമാണത്. ഏറ്റവും സാധാരണ ആൾക്കാർ ജീവിക്കാൻ കൊണ്ടുനടക്കുന്ന ജീവജാലങ്ങളിൽപ്പെട്ടതാണ് ആട്, പശുവൊക്കെ. ഏറ്റവും സിമ്പിൾ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ആവിഷ്കരണമാ പുൽക്കൂട്. പുല്ല് ഏറ്റവും ഭൂമിക്ക് പൊങ്ങി നിൽക്കുന്ന, അതായത് ഒരു ഇല്ലായ്മയുടെ, ലാളിത്യത്തിൻ്റെ, കുറവിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ചിത്രമാണ് പുൽത്തൊഴുത്ത്. നമ്മൾ ക്രിസ്തുമതം കൊണ്ടുനടക്കേണ്ട ദൈവസങ്കല്പങ്ങളിൽ ഈ ലാളിത്യത്തിൻ്റെ സംസ്കാരമുണ്ട്. അതായത് ക്രിസ്മസ് നമുക്ക് വിളിച്ചു തരുന്ന കൗണ്ടർ കൾച്ചർ ലാളിത്യത്തിൻ്റെ കൾച്ചറാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു എഴുതും, ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ കൗണ്ടർ കൾച്ചർ, പൊതു സംസ്കാരം വിനയത്തിൻ്റെ കൾച്ചറാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്ന കൗണ്ടർ കൾച്ചർ ലാളിത്യത്തിൻ്റെ കൾച്ചറാണ്. കുറവിൻ്റെ, ഇല്ലായ്മയുടെ, ബലഹീനതയുടെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ വളരണം. അറിയാതെ ക്രിസ്ത്യാനി മറന്നുപോയ പാഠം അതാണ്. എന്തിനാ യേശു അവതരിച്ചു? ക്രിസ്തു പറഞ്ഞത് മാത്രമല്ല, യേശുവിൻ്റെ ജീവിതത്തിലൂടെ യേശു പങ്കുവെച്ച പാഠം എന്താണ്? അത് ലാളിത്യത്തിൻ്റെതാണ്. പഴയ ആബേലച്ചൻ്റെ മനോഹരമായ കവിതകളിൽ കുരിശിൻ്റെ വഴിയുടെ പാട്ട് കേൾക്കുന്നില്ലേ? പുൽക്കൂട് തൊട്ടങ്ങി പുണരുന്ന ദാരിദ്ര്യം കുരിശോളം കൂട്ടായി വന്നെന്നും. പുൽക്കൂട് തൊട്ടങ്ങി പുണരുന്ന ദാരിദ്ര്യം, അതായത് ദാരിദ്ര്യം, ഇല്ലായ്മ, ലാളിത്യം, ഇത് ശ്രേഷ്ഠമാണെന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. ആർഭാടങ്ങളും ഉടയാടകളും സ്വർണ്ണ തൊങ്ങലുകളും മാത്രമല്ല, അതൊന്നും വേണ്ടെന്ന് പറയുന്നില്ല. അതിനേക്കാൾ അതിലംഘിക്കുന്ന, അതിനേക്കാൾ അതിശയകരമായി ദൈവം പ്രിയപ്പെട്ടതായി കണക്കാക്കുന്നത് ഇല്ലായ്മയാണ്. ഇല്ലായ്മയിലേക്ക് വരാനുള്ളൊരു വിളിയാണിത്. ജീവിതത്തിൽ എല്ലാ നിമിഷവും ഒരു ലാളിത്യം എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടു നടക്കണമെന്ന് ക്രിസ്തു നമ്മളെ വെല്ലുവിളിക്കുന്നു. ഈ പിറക്കുന്ന യേശു
ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ അത് ഇല്ലായ്മയിലേക്ക് താഴേക്ക് നടക്കാനുള്ളൊരു വെല്ലുവിളിയും കൂടിയാണ്. അത് ഒരു ലാളിത്യം എന്ന് പറയുന്നത് ഒരു ശൈലിയാക്കാൻ പലർക്കും സാധിക്കുന്നില്ല. ഈ ഒരു മാർപ്പാപ്പ ഈ കാലഘട്ടത്തിൽ അവതരിക്കുമ്പോൾ ജോർജ് ബർഗോളിയ എന്ന് പറയുന്ന ആ ബ്യൂണസ് അയേഴ്സിലെ കർദിനാള് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഫ്രാൻസിസ് എന്ന പേര് ബോധപൂർവം ഏറ്റെടുത്തതാണ് അദ്ദേഹം. അദ്ദേഹം എടുത്തു പറഞ്ഞു, ജെസ്യൂട്ട് സഭ അഭിമാനമായി കണക്കാക്കുന്ന ഫ്രാൻസിസ് സേവർ അല്ല എൻ്റെ മോഡല്. പിന്നെയോ എല്ലാ വസ്ത്രങ്ങളും ഊരി എറിഞ്ഞിട്ട് ഒരു ചാക്ക് മാത്രം എടുത്ത് കാലിലെ ഷൂസും സോക്സും ഊരി മാറ്റി വെച്ചിട്ട് ചെരുപ്പിടാണ്ട് നടന്ന് അരയിൽ കയറും കെട്ടി നടന്ന് ഈ ലോകത്തിന് മുഴുവൻ മാതൃകയായിരുന്ന അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ്. അതായത് ലാളിത്യത്തിലേക്ക് തിരിച്ചു നടക്കാനാണ് മാർപ്പാപ്പ വിളിച്ചത്. മാർപ്പാപ്പയിലൂടെ ലോകത്തിന് കർത്താവിന്റെ സന്ദേശം തന്നെയാണ്. ലാളിത്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. നമ്മളെ ബോധപൂർവ്വം ക്രിസ്മസ് നമ്മളിൽ ഉണർത്തുന്ന കൗണ്ടർ കൾച്ചർ ലാളിത്യത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് പ്രിയപ്പെട്ടവരെ. അത് എത്രമാത്രം പ്രായോഗികമാകുമെന്ന് അറിഞ്ഞുകൂടാം. നമ്മൾ ഇന്ന് ആരോട് ചോദിച്ചു, കുട്ടികളോട് പോലും ചോദിച്ചു നോക്ക്. ഞാൻ ഈയിടെ എൻ്റെ റിലേറ്റീവായ ഒരു വീട്ടിൽ ചെന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടിയോട്, അവളെ മിടുക്കത്തിയാണ്, നല്ല കുട്ടിയാണ്, സ്നേഹർ ചോദിച്ചു, മോളെ കോൺവെൻറ്റിൽ പോകുന്നു? അന്നേരം അവൾ ചാടി പറഞ്ഞു, ഇല്ലല്ല ഞാൻ പോരത്തില്ല. അതിനായിട്ട് പോരാത്തത്? സിസ്റ്റർമാരെ ഇഷ്ടമല്ലേ? സിസ്റ്റർമാരെയൊക്കെ ഇഷ്ടമാണ്, അവിടെ ജീവിതം ഇഷ്ടമാണ്, പിന്നെന്താ പോരാത്തത്? എനിക്ക് പഠിച്ച് നല്ല ജോലി എഴുതി നല്ല ശമ്പളമൊക്കെ മേടിച്ചിട്ട് നല്ല വീടൊക്കെ വെച്ച് സുഖമായി ജീവിക്കണം. അവളുടെ സ്വപ്നങ്ങൾ കയറിപ്പോകുന്നുണ്ടോ? പഠിക്കണം, ജോലി മേടിച്ചെടുക്കണം, എന്നിട്ട് വിദേശത്ത് എവിടെയെങ്കിലും ജോലി കിട്ടണം, എന്നിട്ട് പൈസയൊക്കെ കാണും, പപ്പാടെ കടമൊക്കെ വീട്ടണം, വീട് വെക്കണം. അതായത് അവള് വലിപ്പത്തെക്കുറിച്ചാണ് സ്വപ്നങ്ങൾ. എല്ലാവരും കൊടുക്കുന്ന സ്വപ്നങ്ങളതാ, വലിയ നല്ല ജോലി, വീട്, പൈസ, ആഭരണം. ഇതായാലേ തൃപ്തിയാകുള്ളൂ എന്നൊരു ധാരണ ഈ കാലഘട്ടം എവിടെയൊക്കെയോ നമ്മുടെ തലയിൽ കയറിപ്പോയിരിക്കുന്നു. തിരിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണം. ലളിതമായി ജീവിക്കാനും മിനിമത്തെ ജീവിക്കാനും ഒന്നും വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കുന്ന ഒരു ആത്മീയതയെക്കുറിച്ച് പൗലോസ് എത്രമാത്രം ശക്തമായി പഠിപ്പിച്ചത്. ഹെബ്രായ ലേഖനത്തിലെ 13ാമത്തെ അധ്യായത്തിൽ 5ാം വചനം, നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്നും സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവേൻ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ എന്നൊരു വാക്ക് നമ്മൾ എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എല്ലാവർക്കും കുറേയും കൂടെ നേടണമെന്നാണ്. എല്ലാവരും വലിപ്പവും പണത്തെക്കുറിച്ചാണ് ചിന്തിച്ചു വരുന്നത്. ഇവിടെ ഒരു മിനിമത്തെക്കുറിച്ച്, തൃപ്തിയെക്കുറിച്ചൊക്കെ എന്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല? നമുക്ക് ചെറിയ വീട് പോരാ, വലിയ വീട് വേണം. ലളിതമായി ജീവിച്ചാൽ പോരാ, കൂടുതൽ വേണം. ഓരോരുത്തരും കഠിനാധ്വാനം ചെയ്തും കഷ്ടപ്പെട്ടും സമ്പത്താകട്ടെ, വിരോധമൊന്നുമില്ല. പക്ഷേ എന്തിനാണ് ഇത്ര ആർത്തി? ഈ ആർത്തിയുടെ സംസ്കാരം കാരണം എത്രയോ പേരുടെ ജീവിതങ്ങളാണ് തകർന്നു പോയേക്കുന്നത്. ജോഷുവയുടെ പുസ്തകം 7ാം അധ്യായം, അതിൻ്റെ ഹെഡിങ് തന്നെ ആഖാന്റെ പാപമെന്നാണ്. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടുവന്ന് മരുഭൂമിക്കോട് നടന്നു വന്ന് അവർ കാനാൻ ദേശത്തേക്ക് എത്തുകയാണ്. ജെറീക്കോ പട്ടണത്തിലേക്ക് അവർ കയറി. അത് കഴിഞ്ഞ് അവിടെ നിന്നുകൊണ്ട് അവർ യുദ്ധം ചെയ്ത് മറ്റ് രാജ്യങ്ങളെയൊക്കെ തോപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. അന്ന് ജെറീക്കോട് യുദ്ധം ചെയ്യുമ്പോൾ അവരെ നയിച്ചത് ജോഷുവ പറഞ്ഞു വെച്ചു, നിങ്ങൾ അവിടെ യുദ്ധം ചെയ്ത് കഴിയുമ്പം അവിടുന്ന് ഒരു വസ്തു എടുക്കരുത്, നിഷിദ്ധമായതൊന്നും എടുക്കരുത്. നമ്മുടെ കർത്താവിന് അന്യദൈവങ്ങൾക്ക് ആരാധിച്ചതോ പൂജിച്ചതോ ആയത് ഒന്നും വേണ്ട. അതുകൊണ്ട് പട്ടാളക്കാരായിട്ട് ആരും ഒരു സാധനം എടുത്തേക്കരുത്. സാധാരണ പട്ടാളക്കാർ ചെല്ലുമ്പോൾ അവിടെ സ്വർണം കണ്ടെടുത്തുകൊണ്ട് വരും, വെള്ളി കണ്ടെടുത്തുകൊണ്ട് വരും, പട്ടുവസ്ത്രം കണ്ടെടുത്തുകൊണ്ട് വരും. ഇതായിരുന്നു നിയമം. ജോഷുവ കർശനമായി പറഞ്ഞു വെച്ചു, ആരും ഒരു വസ്തു എടുത്തേക്കരുത്. പക്ഷെ എന്ത് സംഭവിച്ചു? അന്ന് ഈ യുദ്ധത്തിന് പോയ ആഖാൻ എന്ന് പറയുന്ന ഒരു യുദ്ധവീരൻ എന്ത് ചെയ്തു? അവന് യുദ്ധം കഴിഞ്ഞപ്പം അവന് ചില സാധനം ഇഷ്ടപ്പെട്ടു. അവന് ഇത്രയും സ്വർണവും ഇത്രയും വെള്ളിയും നല്ല വില കൂടിയ വസ്ത്രം കിട്ടിയപ്പം അവൻ ചിന്തിച്ചു, ഇതെന്തിനാണ് നശിപ്പിച്ച് കളയുന്നത്? എല്ലാം അഗ്നിക്കിരയാക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതെന്തിനാണ് കത്തിച്ച് കളയുന്നത്? ഇവൻ എന്ന് പറഞ്ഞു, പ്രവാചകൻ അങ്ങനെ പറഞ്ഞു, ജോഷുവ പ്രവാചകൻ പറഞ്ഞു, സാരമില്ല,
ഞാനത് എൻ്റെ സ്വന്തം കാര്യത്തിനുണ്ടല്ലേ, വിൽക്കാനൊന്നുമല്ലോ, ലാഭം ഉണ്ടാക്കാൻ. ഇവനിത് എടുത്തുകൊണ്ട് വന്നിട്ട് സ്വന്തം കൂടാരത്തിനകത്തുകൊണ്ടെന്ന് ഭൂമി കുഴിച്ച് അതിൽ പാത്ത് വെച്ചു. ആരും അറിഞ്ഞില്ല, ഒരു മനുഷ്യൻ അറിഞ്ഞില്ല. പിറ്റേ ദിവസം അവർ യുദ്ധത്തിന് പോകണമായിരുന്നു. ചെറിയൊരു പട്ടണമായ ആയി എന്ന പട്ടണത്തിൽ യുദ്ധത്തിന് പോകണം. ജെറീക്കോ പട്ടണത്തെ തോൽപ്പിച്ചതാ വലിയ സൈന്യം. യോശുവ പറഞ്ഞു, ഇതൊരു ചെറിയ പട്ടണം, അധികം പേര് പോകണ്ട, ഒരു 100 പേര് പോയാൽ മതി. ഇനി കുറച്ച് ഭംഗിക്ക് വേണ്ടി 500 പേര് പോകാം, അല്ല സ്ട്രോങ് ആയിട്ട് 1000 പേര് പോയേക്കാം, അല്ല ഇനി ഇത്ര ഭംഗിയായിട്ട് ഒരു 2000 പേര് പോയേക്കാം. ഇത്രയും സ്ട്രോങ് ആയി 2000 പേര് യുദ്ധത്തിന് പോയി 100 പേരെ കൊണ്ട് തോൽപ്പിക്കാമെന്ന്. പക്ഷെ സംഭവിച്ചെന്നാ, അവർ തോറ്റോടി. ഈ ആയി പട്ടണത്തിലെ പട്ടാളക്കാർ ഈ ശക്തരായ ഇസ്രായേൽ പട്ടാളത്തെ തോൽപ്പിച്ചോടിച്ചു. ഓടി എല്ലാവരും മുറിവേറ്റ് തോറ്റ് തുന്നമ്പാടി തിരിച്ചു വന്നപ്പം യോശുവ താടി കൈ കൊടുത്ത് ചോദിച്ചു, എന്ത് പറ്റി നമുക്ക്? നമ്മളെന്തേ തോറ്റു പോകാൻ കാരണം? തോക്കേണ്ടതല്ല, ഇതിനകത്ത് എന്തോ ഫൗള് സംഭവിച്ചു. ഇങ്ങനെ ഫൗള് സംഭവിച്ചപ്പോൾ അവർ നിലം വീണ് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ എന്താ ഞങ്ങളുടെ തെറ്റ്? അപ്പോൾ കർത്താവ് പറഞ്ഞു വെച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ച ഒരു കൽപ്പന നിങ്ങൾ ലംഘിച്ചു. ആ പട്ടണത്തിൽ നിന്ന് ഒന്നും എടുക്കരുത് നിങ്ങൾ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ എടുത്തു. ആർത്തിയുള്ള ആരോ ഉണ്ടായിരുന്നു. യോശുവ എന്ത് ചെയ്തു? എല്ലാവരെയും കൊണ്ടുവന്നു പരിശോധിച്ചു, ചോദിച്ചു ചോദിച്ചപ്പം അവസാനം ഇവനെ പിടുത്തം കിട്ടി. ആഖാൻ ഇങ്ങനെ പറഞ്ഞു, 7-ാമത്തെ അധികാരം, കൊള്ള വസ്തുക്കളുടെ കൂടെ ഷിനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായൊരു മേലങ്കിയും 200 ശക്കൽ വെള്ളിയും 50 ശക്കൽ തൂക്കം സ്വർണ്ണക്കട്ടിയും ഞാൻ കണ്ടു. മോഹം തോന്നി, ഞാനതെടുത്തു. വെള്ളി ഏറ്റവും അടിയിലായി അബീലേവൻ്റെ കൂടാരത്തിൽ കുഴിച്ചിടുകയും ചെയ്തു. അതായത് ഇവനാ വെള്ളിയും സ്വർണവും ആ നല്ല വസ്ത്രം എടുത്തുകൊണ്ട് കുഴിച്ചിട്ടു. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇസ്രായേൽ യുദ്ധത്തിൽ തോറ്റുപോയത്. ഇവിടെ പറഞ്ഞു വെക്കുന്നത്, എനിക്കൊരു മോഹം തോന്നി, എനിക്കൊരു ആർത്തി തോന്നി. ആർത്തിയുടെ സംസ്കാരം. ഏത് നിയമവും തെറ്റിച്ചും എനിക്ക് വേണ്ടതെല്ലാം നേടണമെന്നാണ് ആർത്തിയുടെ സംസ്കാരം. അതുകൊണ്ടെന്താ സംഭവിച്ചത്? ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ യുദ്ധത്തിൽ തോറ്റു. യോശുവ കോപാക്രാന്തനായി പറഞ്ഞു, ഇവനെ നശിപ്പിച്ചു കളയണം. ഇവരെന്ത് ചെയ്തു വെച്ചു? ഇവനെ ആ വസ്തു എല്ലാവരും തിരിച്ചെടുത്തുകൊണ്ടുവന്ന് ഇവനോട് കൊണ്ടുവന്ന് നിർത്തി ഇവനെ കല്ലെറിഞ്ഞു കൊന്നു. ആ വസ്തു മുഴുവൻ കത്തിച്ചു കളഞ്ഞു. കഥ അങ്ങനെ അവസാനിപ്പിക്കുന്നത്, അവർ അവൻ്റെ മേൽ ഒരു വലിയ കൽക്കൂമ്പാരം ഉണ്ടാക്കി. അത് ഇന്നും അവിടെയുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ ഉഗ്രകോപം ശപിച്ചു. ഇന്നും ആ സ്ഥലം ആഗോറിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്നു. അതായത് ബൈബിൾ വായിക്കുമ്പോൾ ജോഷുവയുടെ പുസ്തകം 7-ാമത്തെ അധ്യായം ആർത്തിയുടെ സംസ്കാരത്തിൻ്റെ തകർച്ച. ഇവിടെ ഇന്നും ചില കുടുംബങ്ങളും ചില വ്യക്തികളൊക്കെ തകർന്നു പോകാൻ കാരണം അവിടെ ആർത്തിയുടെ സംസ്കാരമാണ്. അത് വേണം അതിൻ്റെ പുറകെ പോയി അവസാനം എല്ലാം തീർന്നു, ഒരു സ്വസ്ഥതയില്ല. എനിക്കറിയാവുന്ന സഹോദരൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹം ചെറിയൊരു ഓടിട്ട് കൊച്ചു വീട്ടിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ, അച്ഛാ പിള്ളേരൊക്കെ വലുതായച്ചാ ഒരു മുറി അടുക്കളയൊക്കെയുള്ള അച്ഛാ ഒരു കൊച്ചു വീട് പണിയണം അച്ഛാ. ഞാൻ പറഞ്ഞത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, ദൈവം വഴി കാണുന്നു. അദ്ദേഹം ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെച്ചും ഇച്ചിരി പൈസ സമ്പാദിച്ചും ഒരു കുഞ്ഞു വീട് പണിയാൻ തീരുമാനിച്ചു. ആയിക്കോട്ടെ, ദൈവം നിശ്ചയം പണി തുടങ്ങിക്കോ. അദ്ദേഹത്തിൻ്റെ 2 മുറി, 2 അടുക്കള, ഒരു കൊച്ചു സിറ്റ് ഔട്ട്, ഇങ്ങനെ 1000 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള ഒരു കൊച്ചു വീട്. സാധാരണ നിലയിൽ ഒരു നന്നായി ഒരു 10 ലക്ഷം രൂപയ്ക്ക് പണിയാം. അയാളുടെ കയ്യിൽ 5-6 ലക്ഷം രൂപ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് സ്വർണ്ണമെല്ലാം ഉണ്ടാക്കും. ഒരു ചെറിയ ലോണും കൊണ്ടുവെക്കാം, 2 ലക്ഷം. പിന്നെ ആരെങ്കിലും സഹായിക്കാനും ഒരു ചിട്ടിയിലൊക്കെ ചേർന്നിട്ടുണ്ട്. ഇങ്ങനെ സാധാരണ ഏത് മനുഷ്യനും വീട് പണിയാൻ കാണുന്ന മാർഗങ്ങളൊക്കെ ഇയാളും കണ്ടു. അച്ഛാ സ്വർണ്ണമൊക്കെ ഇടിച്ച് പൈസ ഉണ്ടാക്കുക, ചിട്ടിയിൽ നിന്ന് വിളിക്കുക, പിന്നെ ആ ഭാര്യ വീട്ടിൽ തരുവച്ച, ആരെങ്കിലും സഹായിക്കുക വെച്ചാൽ മരം ഉണ്ടച്ച, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറയായിക്കോട്ടെ, വീട് പണി തുടങ്ങി. വീട് പണി തുടങ്ങുമ്പോഴാണ് പതുക്കെ ഇയാളുടെ തലയിലേക്ക് ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ കയറി വരുന്നത്. അന്നേരം ആരോ പറഞ്ഞു വെച്ചു, ഏതായാലും പണിയല്ലേ, നാളെ എന്തെങ്കിലും 2-ാം നില പണിയേണ്ടി വന്നെങ്കിലോ, ഒരു സ്റ്റെപ്പ് ഇട്ട് 2-ാം നില പണിയാൻ വേണ്ടി തുടങ്ങാം. അത് ചോദിച്ചു, 2-ാം നില ഇന്ന് വേണമെങ്കിൽ പണി. 2-ാം നിലയ്ക്ക് കോവണിയിട്ട് അതിന് മുകളിലെ റൂമും കൂടെ ഉണ്ടാക്കാൻ പൈസ പിന്നെയും കൂടി. പിന്നെ എന്തെങ്കിലും കാർ ഒരു വണ്ടി എങ്ങാനും മേടിച്ചാൽ പോർച്ച് ഉണ്ടാക്കണ്ടേ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇതിൻ്റെ പ്ലാനങ്ങ് കൂടി എല്ലാവരും പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ലോൺ എടുക്കാമെന്ന് അവിടെ നിന്ന് കൊടുക്കാം, ബാങ്കുകാർ ലോൺ എടുക്കാം. അവസാനം ഇങ്ങനെ ലോൺ കുറച്ച് കൊടുക്കാം, അങ്ങനെ മേടിച്ചു കടം മേടിക്കാം. ഇവിടെ 10 ലക്ഷം രൂപയ്ക്ക് തീരാമെന്ന് കണക്കൂട്ട വീട്. പക്ഷേ എല്ലാം കഴിഞ്ഞ് പണിയൊക്കെ തീർത്ത് വരുമ്പോൾ അവിടെ നിന്ന് ഇവിടുന്ന് ലോണും കടം മേടിച്ചെല്ലാം കൂടെ 25 ലക്ഷം രൂപ. 2000 സ്ക്വയർ ഫീറ്റ് വീടായി. ഇതായപ്പോൾ വീട് പണി കഴിഞ്ഞു, എഞ്ചിനിപ്പോൾ ആഘോഷം കഴിഞ്ഞു, സന്തോഷമായി.
പക്ഷെ ഇന്ന് അയാളെ കാണുമ്പോൾ, അയാൾ എപ്പോൾ വരുമ്പോൾ അയാളുടെ മുഖം വിഷമുള്ള ഭാവമാണ്. അയാൾക്ക് ഉറക്കമില്ല, അസ്വസ്ഥമാണ് അയാൾ. ഞാൻ ചോദിച്ചു, എന്താ വിഷം? അച്ഛാ പ്രാർത്ഥിക്കച്ചാ, വീട് വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കച്ചാ. ഞാൻ ചോദിച്ചു, ഒരു വീട് പണിയാൻ വേണ്ടി ആഗ്രഹിച്ച് കൊതിച്ച് വീട് പണിതിട്ട് ഇന്ന് വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനും? അച്ഛാ ഉറങ്ങാൻ പറ്റുന്നില്ല അച്ഛാ, ലോൺ അടയ്ക്കണ്ടേ അച്ഛാ? അന്നൊരു 2-3 ലക്ഷം രൂപ ലോൺ എടുത്താൽ തീരുന്ന പ്രശ്നമാണ്. ഇന്ന് അയാൾക്ക് 10 ലക്ഷത്തിലധികം ലോണ്. ഈ ലോൺ എല്ലാ മാസം അടയ്ക്കാൻ എങ്ങനെ പറ്റും? അടയ്ക്കാൻ പറ്റുന്നില്ല, പലിശ പെരുകുന്നു, കടങ്ങളൊക്കെ എല്ലാം ചോദിക്കാനും ആകെ പ്രശ്നം. ശരിയാ, വലിയ വീടെന്ന സ്വപ്നത്തിൻ്റെ പുറകെ പോയിട്ട് അയാൾ ഇന്ന് ആകെ ദുഃഖിതരായിരിക്കും. ഞാൻ അയാളോട് പറഞ്ഞു വെച്ചൊരു ഉദാഹരണമുണ്ട്. പ്രിയപ്പെട്ട സഹോദര, ഇത്ര വണ്ണം വലിപ്പമുള്ള എന്നോട് ഹൈ ജമ്പ് ചാടാൻ പറ്റുമോ? എനിക്ക് ഞാൻ ചാടിയാൽ പൊത്തോന്ന് ഓർത്ത് അവളെ പോലെ നിൽക്കുകയല്ലേ? ഇവിടെ എനിക്ക് നടക്കാം, എനിക്ക് പോകാവുന്നൊരു റേഞ്ചുണ്ട്, അതേ പോകാൻ പറ്റും. അതിമോഹങ്ങളുടെ പുറകെ പോകുമ്പോഴാണ് തോറ്റു പോകുന്നത്. ഞാനീ പിള്ളേർ കഴിയുമ്പോഴാണെന്ന് ചാടിക്കഴിഞ്ഞാൽ എൻ്റെ വണ്ണം വേറും വെച്ച് തകർത്ത് ഞാൻ വീഴിയല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ അതിമോഹങ്ങളല്ലേ നമ്മൾ തോൽപ്പിക്കുന്നത്. പയ്യനെ MBA പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ട് വിട്ടു, 20 ലക്ഷം രൂപ. സാധാരണ ഇവിടെ പഠിച്ച 2 ലക്ഷം രൂപയ്ക്ക് MBA തീർന്നത്, അവിടെ പഠിച്ച് ജോലിയാണ് തിരിച്ചു വന്ന്. ഈ 20 ലക്ഷം രൂപ ലോൺ എങ്ങനെ വീട്ടും? 25 ലക്ഷം രൂപ മുടക്കി കുവൈറ്റിൽ പോകാൻ വേണ്ടി വിസ കൊടുത്തു, വിസക്കാരൻ പറ്റിച്ചു പോയി. എങ്ങനെ കടം വീട്ടും? ഞാൻ ചിലപ്പോഴൊക്കെ ധ്യാനിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരെ നോക്കുമ്പോൾ എനിക്ക് സങ്കടത്തോടെ പറയാൻ പറ്റും, ഇരിക്കുന്ന പെണ്ണുങ്ങളിൽ പകുതി പെണ്ണുങ്ങളെ കഴുത്തേ കിടക്കുന്നതും മാലയൊന്നും സ്വർണ്ണമല്ല, എല്ലാം വരവാ മേടിച്ചിട്ടേക്കുന്നത്. കാരണം എല്ലാത്തും കടവാ. ആർത്തിയുടെ വലിയ കെണിപ്പെട്ട് കിടക്കാൻ നമ്മൾ. വലിപ്പമാകാൻ വേണ്ടി കൊതിച്ചിട്ട് ഇപ്പോൾ ഒന്നുമില്ല. വലിച്ചു നീട്ടി എന്തോരം വലിച്ചു കിട്ടും? റബ്ബറൊക്കെ വലിച്ചു കിട്ടിയാൽ പൊട്ടിപ്പോയിക്കുക പലരും ജീവിതം. പ്രിയപ്പെട്ട, ബോധപൂർവം ഒരു ലാളിത്യത്തെ തിരിച്ചു വരേണ്ട നമ്മൾ. എന്തിനാ ഇത്രയും സ്വർണമൊക്കെ? എന്തിനാ ഇത്രയും ഇവിടെ ഉപകരണങ്ങളൊക്കെ? ഏത് വീട്ടിൽ ചെന്നാൽ എന്തെല്ലാം ഉപകരണങ്ങളാണ്? കച്ചവടക്കാർ പരസ്യം ചെയ്യും, അത് മേടിക്കുക, ഇത് മേടിക്കുക, TV മേടിക്കുക, ഫ്രിഡ്ജ് മേടിക്കുക, വാഷിംഗ് മെഷീൻ മേടിക്കുക എന്നൊക്കെ പറയും. ഇതൊക്കെ മേടിച്ച് കൂട്ടാൻ മാത്രം നമ്മൾ ഇത്ര സമ്പന്നന്മാരാണോ? പ്രിയപ്പെട്ടവരെ, ലളിതമായി ജീവിക്കാൻ തുടങ്ങി നമുക്ക് ഈ കടബാധകളിൽ അതിജീവിക്കാൻ പറ്റും. ഇത്രയൊക്കെ കടബാധകൾ എന്തിനാ നമ്മൾ വലിച്ചു വെക്കുന്നത്? ചില അതിമോഹത്തിൻ്റെ പുറകെ പോയി സ്ഥലമൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ ഇവിടെ സ്ഥലക്കച്ചവടം നടക്കുന്നില്ല, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തകർന്നിരിക്കുന്നു. അതുകൊണ്ടെന്താ? ഇന്നെല്ലാവരും കടം. ഞാൻ പറഞ്ഞു വെക്കും, ബോധപൂർവം ഒരു ലാളിത്യത്തിൻ്റെ ശൈലിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ആർഭാടത്തിൻ്റെ അധിനിവേശത്തിനെതിരായിട്ടാണ് ക്രിസ്മസ്. വലിപ്പത്തിൻ്റെ ഇടിച്ചുകയറ്റത്തിനെതിരായിട്ടാണ് ക്രിസ്മസ്. നമ്മൾ വലുതും വലിപ്പത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ട, ബോധപൂർവം തന്നെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ലാളിത്യം തിരിച്ചു കൊണ്ടുവരണം. മോളെ, നിന്റെ കുടുംബ ജീവിതത്തിലെ കടങ്ങൾ നിനക്കൊന്ന് കുറയ്ക്കണ്ടേ? നീ ബോധപൂർവ്വം ചെലവിയൊരുക്ക്. ആവശ്യമില്ലാത്ത മോഹങ്ങളുടെ പുറകെ പോകാതെ. MBA പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ട്, അമേരിക്കയ്ക്ക്, ഓസ്ട്രേലിയ, സിംഗപ്പൂരിൽ നിന്ന് ആളെ വിടണ്ട. ഇവിടെ സാധാരണ കോളേജ് വിട്ട് പഠിച്ച മോനെ ജോലി ഇവിടെ സംഘടിപ്പിക്കട്ടെ. അല്ലെങ്കിൽ വലിയ സാമ്പത്തിക മോഹങ്ങൾ ഇങ്ങനെ വന്ന് തട്ടിപ്പിൻ്റെ ലോകത്ത് പോകണ്ട. എന്തിനാണ് ഇത്ര ആർഭാടം? ഒരു അധിനിവേശനമാണ് പ്രിയപ്പെട്ടവരെ. ആർഭാടത്തിൻ്റെ അധിനിവേശത്തിനെതിരായിട്ട് ബോധപൂർവ്വം തിരിച്ചു നിൽക്കാനുള്ള ധൈര്യമാണ് ക്രിസ്മസ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരേണ്ടത്. ഒരു ലാളിത്യ പേഴ്സണൽ ലൈഫിലും ഇത്രയും ഷർട്ടൊക്കെ വേണമെന്നും, ഇത്രയും സാരിയൊക്കെ വേണമെന്നും, ഇത്രയും വില കൂടിയ വീട് വേണമെന്നും, ഇത്രയും വില കൂടിയ വാഹനം വേണമെന്നൊക്കെ നമ്മോട് ആരാ പറയുന്നത്? നമ്മുടെ ഉള്ളിൽ കിടന്ന് പിശാചല്ലേ പറയുന്നത്. പൈസ ഉണ്ടാകുന്ന കാലത്ത് നിങ്ങൾ വലിയ വീട് വെച്ചോ, ഞാൻ എതിരല്ല. പക്ഷേ ഈ കടം മേടിച്ചത് വെക്കണോ? ആരെങ്കിലും സഹായിക്കണമെങ്കിൽ നിങ്ങൾ വെച്ചോ. ഈ ലോണുകളൊക്കെ എടുത്ത് മുടിയണോ? ബാങ്കുകാരൊക്കെ പലതും പറയും. പ്രിയപ്പെട്ടവരെ, ബോധപൂർവ്വം നമുക്ക് പറയണം, ചെലവ് ചുരുക്കുക. ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് ഇവിടുത്തെ രോഗം പിടിച്ചിരിക്കുക. ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് വെച്ചാൽ കെട്ടിടങ്ങളുടെ സമുച്ചയം നമ്മൾ പറയുന്നത്. കെട്ടിടങ്ങൾ, ഷോപ്പിങ്ങൾ. പക്ഷേ ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം വാങ്ങിച്ചു കൂട്ടാനുള്ള രോഗം. അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം. പണ്ടൊക്കെ വീട്ടിൽ നിന്ന് ഞാനൊരു ചാച്ചനൊക്കെ സാധനം മേടിക്കുമ്പോൾ 5 കിലോ അരി അല്ലെങ്കിൽ മുളക്, മല്ലി ലിസ്റ്റ് എഴുതിക്കൊണ്ടാണ് പോകുന്നത്. അമ്മ എഴുതി കൊടുക്കും, ചാച്ചൻ കൂട്ടി പിള്ളേരെല്ലാം കൂടും, അതുകൊണ്ട് പോയി മേടിക്കുക. ഇന്ന് സൂപ്പർ മാർക്കറ്റ് വണ്ടിയും കൊണ്ട് പോയി തോന്നുന്നൊക്കെ മേടിച്ചിട്ട് പോരുക. തോന്നുന്നൊക്കെ, കാണുന്നൊക്കെ, ഈ കാണുന്നതൊക്കെ മേടിക്കുക. ഇതൊക്കെ ആവശ്യമുണ്ടോ നമുക്ക്? ബോധപൂർവം ചെലവ് ചുരുക്കാൻ പഠിക്കണം. ഇത് ഞാൻ പറഞ്ഞു വെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് വെറും മലർപ്പടിക്കാരുടെ സ്വപ്നം മാത്രമല്ല,
വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും പ്രായോഗികമാക്കി കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് നിങ്ങളൊരു പുതിയ യുഗമായി തീരും. ഒരു പുതിയ ജന്മത്തിന് തുടക്കമാണ്. ക്രിസ്മസ് പുതിയ യുഗ പിറവിയാണ്, ഒരു കൗണ്ടർ കൾച്ചറാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസിൻ്റെ ആർഭാടത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അസ്തമയമായും ലാളിത്യത്തിൻ്റെ സംസ്കാരം കയറി വരണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാനാവുന്ന ഒരു ലാളിത്യത്തിൻ്റെ സംസ്കാരം നിങ്ങളിൽ പിറക്കാൻ ഈ ക്രിസ്മസ് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങളിൽ പിറക്കുന്ന യേശുവേ, ഒരു പുതിയ സംസ്കാരവും ഞങ്ങളിൽ പിറക്കണമേ. കാലഘട്ടത്തിന് അനിവാര്യമായ ക്രിസ്മസ് പോലെ ഈ ദിനങ്ങളിൽ ഞങ്ങളിലും പുതിയ ചിന്തകളും ബോധ്യങ്ങളും പിറക്കട്ടെ. വചനം മാംസം ധരിച്ചതുപോലെ സംതൃപ്തിയുടെ ആത്മീയത ഞങ്ങൾ മാംസം ധരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലെല്ലാം സംതൃപ്തിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു ആത്മീയത പിറക്കാനായി അങ്ങ് ഞങ്ങളെ ഇടയാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.